ആരാണ് മേജർ ഋഷഭ് സിംഗ് സാംബിയാൽ? എന്തുകൊണ്ടാണ് ഇന്റർനെറ്റ് അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിൽ ഇത്രയധികം ആകൃഷ്ടനാകുന്നത്? എലൈറ്റ് ഫോർ പാരയിലെ ഓഫീസറായ മേജർ ഋഷഭ് സിംഗ് സാംബിയാൽ സോഷ്യൽ മീഡിയയിൽ അപ്രതീക്ഷിത ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. എലൈറ്റ് ഫോർ പാര ഓഫീസറും നിലവിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ സഹായിയുമായ മേജർ ഋഷഭ് സിംഗ് സാംബിയാൽ സോഷ്യൽ മീഡിയയിൽ അപ്രതീക്ഷിത ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആകർഷകമായ സൈനിക ഭാവം, ശാന്തമായ പെരുമാറ്റം, നിഷേധിക്കാനാവാത്ത സൗന്ദര്യം എന്നിവ അദ്ദേഹത്തെ ഇതിനകം തന്നെ ഇൻ്റർനെറ്റ് സെൻസേഷനാക്കി മാറ്റി. നിരവധി ആരാധക പേജുകൾ അദ്ദേഹത്തിനായി സമർപ്പിച്ചിരിക്കുന്നു. ജമ്മുവിൽ നിന്നുള്ള ദോഗ്ര രജപുത്രനായ സാംബിയാൽ 2021 ജാട്ട് റെജിമെൻറ്റിൻ്റെ കമാൻഡിംഗ് ക്യാപ്റ്റനായിരിക്കെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൽ നിന്ന് ബെസ്റ്റ് മാർച്ചിംഗ് കണ്ടിജൻസ് ട്രോഫി നേടിയ റിപ്പബ്ലിക് ദിന പരേഡ് സംഘത്തെ നയിച്ചപ്പോൾ ആദ്യമായി ശ്രദ്ധ പിടിച്ചുപറ്റി. അദ്ദേഹത്തിൻ്റെ കൃത്യത, അച്ചടക്കം, നേതൃത്വം എന്നിവയെല്ലാം സൈനിക വൃത്തങ്ങളിലും വ്യാപകമായി പ്രശംസിക്കപ്പെട്ടു. ഇപ്പോൾ രാഷ്ട്രപതിയുടെ ADC ആയി സേവനമനുഷ്ഠിക്കുന്ന സാംബിയാൽ ഒരു ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥന് ലഭിക്കാവുന്ന ഏറ്റവും അഭികാമ്യമായ പദവികളിൽ ഒന്നാണ്. പരിചയമില്ലാത്തവർക്ക് പ്രസിഡന്റ്, ഗവർണർമാർ, സൈനിക ഉദ്യോഗസ്ഥർ തുടങ്ങിയ VIP-കളുടെ വ്യക്തിപരമായ സഹായിയായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ADC. കൂടാതെ ഈ സ്ഥാനത്ത് മികച്ച സംഘടനാ വൈദഗ്ധ്യം, പ്രോട്ടോക്കോളിനോടുള്ള സംവേദനക്ഷമത, മൂർച്ചയുള്ള മാനസികാവസ്ഥ എന്നിവ ആവശ്യമാണ്. മുതിർന്ന ഉദ്യോഗസ്ഥൻ്റെ ഷെഡ്യൂൾ കൈകാര്യം ചെയ്യുന്നത് ഒരു ADC ആണ്. യാത്ര, ഔദ്യോഗിക ഇടപെടലുകൾക്കുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നു, സുരക്ഷാ നടപടിക്രമങ്ങൾ സൂക്ഷ്മമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും അവരുമായുള്ള ആശയവിനിമയം സുഗമമാക്കുകയും രഹസ്യ ആശയവിനിമയം കൈകാര്യം ചെയ്യുകയും ആചാരപരമായ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഔദ്യോഗിക ചടങ്ങുകളിൽ സാംബിയാലിൻ്റെ പങ്ക് അദ്ദേഹത്തെ പൊതുജന ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ ജനപ്രീതി വർദ്ധിപ്പിച്ചു. സംസ്ഥാന ചടങ്ങുകളിൽ ഗാർഡ് ഡ്യൂട്ടിയിലായിരിക്കുന്നതിൽ നിന്ന് രാഷ്ട്രപതിയെ നിശബ്ദമായി സഹായിക്കുന്നതിലേക്ക് നയിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ശാന്തമായ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല.